പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇടിച്ചക്ക കൊണ്ടൊരു ഉപ്പേരിയാണ്. ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇടിച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടാണ് ഉള്ളത്. ചതച്ചെടുത്തിട്ടില്ല, മുറിച്ചിട്ട് ചെറിയതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടിച്ചക്ക മുറിച്ച് കഴുകി കുക്കറിലേക്കിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും. ചെറിയ ഇടിച്ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവുണ്ടാവും ഇതിന്. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും, കടുക് പൊട്ടി വരുമ്പം 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു സ്മെല്ല് വരണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പ്രത്യേക സാധനം ഇതാണ്. പച്ചക്കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കുരുമുളക് നല്ലപോലെ ചതച്ച് ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി പച്ചക്കുരുമുളകിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 6 വെളുത്തുള്ളി ചതച്ചതും ഈ സമയത്ത് എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചതും കുരുമുളകും എല്ലാം മൂത്ത് വരുമ്പം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും 3-4 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് ഇനി വറ്റൽമുളകെല്ലാം ഒന്ന് മൂത്ത് വരണം. കറിവേപ്പിലയും ഇതുപോലെ നിങ്ങൾ പച്ചക്കുരുമുളക് ചേർത്ത് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ള ഇടിച്ചക്ക ഉപ്പേരിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇനി ഇതിലേക്ക് ഇടിച്ചക്ക വേവിച്ച് വെച്ച ഇടിച്ചക്കയും കുറച്ച് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ തേങ്ങേൻ്റെ കൂടെ ചതച്ചെടുക്കണം. നല്ല ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ചതച്ച് തേങ്ങയും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇടിച്ചക്ക ഉപ്പേരിയുടെ വീഡിയോ വേറെ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പേ. അതിൽ നിന്നൊരു വെറൈറ്റി ഉപ്പേരിയാണിത്. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെറുതെ നമുക്ക് ചായക്ക് ഒരു പലഹാരമായിട്ട് കഴിക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പലഹാരമായിട്ട് കഴിക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയുള്ള പലഹാരം ചായക്കൊക്കെ കഴിക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പച്ചക്കുരുമുളകിന് പകരം ഉണങ്ങിയ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. Thank you for watching.